മുണ്ടക്കയം ടൗണിലും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാകുകയാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവുനായകൾ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ ദിവസം മുണ്ടക്കയം പൈങ്ങനായിൽ 2 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. ഇന്നലെ രാത്രിയിൽ മുണ്ടക്കയം ഇളമ്പ്രാമല സ്വദേശി സതീഷിന്റെ ഓട്ടോറിക്ഷ തെരുവുനായകൾ ആക്രമിച്ച് നശിപ്പിച്ചു. കൂട്ടമായി എത്തുന്ന നായ്ക്കൾ ഓട്ടോറിക്ഷയുടെ സീറ്റും പടുതിയും കടിച്ചുകീറി നശിപ്പിച്ചു. എൻ്റെ ഓട്ടോ വൈകിട്ട് അവിടെ തുളത്തിദാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കാർപോർട്ടിലാണ് വണ്ടി ഇടുന്നത്. അത് ഇന്നലെ വണ്ടി ഞാൻ ഇട്ടപ്പോൾ 9:30 മണി കഴിഞ്ഞാൽ വണ്ടി ഇട്ടിട്ട് പോയത്. അപ്പോൾ ഞാൻ എന്നും വണ്ടി ഈ സീറ്റ് റെക്സിൻ്റെ മൂടി ഇടുന്നതായിരുന്നു. ഇന്നലെ മൂടാൻ നിന്നപ്പോഴത്തേക്കും ഒരു പട്ടി ഇടുന്നു. ഞാൻ ഇടുന്ന റെക്സിനിൽ മൂത്രം ഒഴിച്ചപ്പോൾ ഞാൻ മൂത്രം അതിൽ നെറ്റി വീഴുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ മൂടാതെ പോയി. ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്കും സീറ്റ് മൊത്തം കടിച്ചു കയറിയിട്ടേക്കുന്നു. അവിടെ ഭയങ്കര പട്ടിശല്യമാണ്. നമുക്ക് രാത്രിക്ക് ഒന്ന് മുണ്ടക്കത്ത് വല്ല മറണമെങ്കിൽ വണ്ടിയില്ല, വരാൻ പറ്റില്ല. നടന്നു വന്നാൽ അവിടെ പട്ടികൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. രാവിലെയും വെളുപ്പിനും ഒന്നും വരാൻ പറ്റിയില്ല. അവിടെ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കണ്ടോ ഇസാബിൻ്റെ പിരിവിന് വന്ന ആളെ പട്ടി കടിച്ചെന്ന് പറയുന്നത് കേട്ടു. എന്നെ വന്നു കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കില്ല. ഒരു വീട്ടിൽ 5-6 പട്ടികളാണ്. അവർക്ക് ഒരു പ്രയോജനമില്ല, നാട്ടുകാർക്ക് ഉത്തരവ് മാത്രമേ ഉള്ളൂ. പോലീസ് ചെന്നപ്പം അവിടുത്തെ സാറ് പറഞ്ഞ് ഇത് പഞ്ചായത്തിലാണ് പരാതി പറയണ്ടേ. അപ്പോൾ പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് രസീത് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് നടപടി എടുത്തില്ലെങ്കിൽ നമുക്ക് കളക്ടറേറ്റിൽ കൊണ്ട് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. പൈങ്ങന 31 മൈൽ വരിക്കാനി ചെളിക്കുഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ തെരുവുനായകൾ പൊതുജനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ മുണ്ടക്കയം ടൗണും ബൈപ്പാസ് റോഡും തെരുവുനായകളുടെ വിഹര കേന്ദ്രമായി മാറും. പലപ്പോഴും തെരുവുനായകളുടെ ആക്രമണത്തിൽ നിന്നും അത്ഭുതകരമായാണ് പലരും രക്ഷപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലും പ്രഭാതത്തിലും വ്യായാമത്തിലും വിശ്രമത്തിനുമൊക്കെയായി നിരവധി ആളുകൾ മുണ്ടക്കയം ബൈപ്പാസ് റോഡ് തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ തമ്പടിക്കുന്ന തെരുവുനായകൾ ആളുകൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. തെരുവുനായകളെ സംരക്ഷിക്കുന്നതിനുള്ള ABC സെന്ററുകളുടെ അഭാവം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിലൊന്നും ഇതിനുള്ള സൗകര്യമില്ല. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും തെരുവുനായകളെ കൂട്ടത്തോടെ മുണ്ടക്കയം മേഖലയിൽ കൊണ്ട് ഇറക്കിവിടുന്നതായും പരാതി ഉയരുന്നുണ്ട്. രാത്രികാലങ്ങളിൽ മുണ്ടക്കയം ബൈപ്പാസിലാണ് തെരുവുനായകളെ കൂട്ടത്തോടെ ഇറക്കിവിടുന്നതായി നാട്ടുകാർ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മുണ്ടക്കയത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.